நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോലീസായിരിക്കും, അല്ലെങ്കിൽ ചത്തുപോയ സുനിതയുടെ പ്രേതം. എന്തായാലും ഉള്ള കഞ്ഞി പെട്ടെന്ന് കുടിച്ചോ. നീ നിന്റെ കാര്യം നോക്ക്. ഓ ആ സാമിയോ, വാ വാ ഇരിക്കേ, ഇത്തിരി ഓട്സ് കഴിക്കാം. വേണ്ട സാർ, അത്താഴം അങ്ങനെ പതിവില്ല. ഓ ഡയറ്റിംഗ് ആയിരിക്കും. ഡയറ്റിംഗ് ഒന്നുമല്ല കാഞ്ചന മേഡം. ഉച്ചയ്ക്ക് അമ്പലത്തിന് വെള്ളച്ചോറുണ്ട്. പണ്ടത്തെ ശീലായിരുന്നു അത്. ആ ശീലം അങ്ങ് പുതുക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പൊ പടച്ചോറും വെള്ളച്ചോറും അമ്പലത്തിലും നടപ്പന്തലും ഒക്കെയാ ശരണം. അല്ല സ്വാമി ഈ കേസിലെ എത്രാമത്തെ പ്രതിയായിട്ട് വരും? 3 അതോ 4? 2ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയില്ല അക്ഷരമോള്. 3ാം സ്ഥാനത്തിന് ദേവിക പൊരിഞ്ഞ പോരാട്ടത്തില്ല. അപ്പൊ പിന്നെ 4ാം സ്ഥാനത്തേക്കുള്ള കുസ്തി എന്റെ ആങ്ങളെ സ്വാമിയായിട്ടായിരിക്കും. ഇനി ചിലപ്പോ കോടതി 2 പേരെയും സംയുക്ത വിജയികളായിട്ട് പ്രഖ്യാപിച്ചേക്കും. അതിനും വകുപ്പുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ല, ഈ സുനിത ഡോക്ടറുടെ ശവം കാറിന്റെ ഡിക്കി കയറ്റാൻ സഹായിച്ചത് സ്വാമിയാണെന്ന് ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ടല്ലോ. എല്ലാത്തിനും പിന്നിൽ സ്വാമിയുടെ ബുദ്ധിയാണെന്ന് നാട്ടുകാര് പോച്ചം പറയുന്നുണ്ട്. നാട്ടിലെ പാണന്മാര് ഉടുക്കു കൊട്ടി പാടി നടക്കുന്നതിനെല്ലാം നമ്മൾ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ കോടതിയിൽ പറയേണ്ടി വരും. സാർ, നമ്മളെപ്പോഴാ പോണം? രാവിലെ പോകാം സാർ. വിസിറ്റേഴ്സ് ടൈം അനുസരിച്ച് വേണമല്ലോ പോവാൻ. അല്ല, എങ്ങോട്ടാ യാത്ര? ജയിലിലേക്ക്. എന്റെ അപ്പച്ചി വരുന്നു. വരണമെന്നൊക്കെ ഉണ്ട്. ഓ വേണ്ട, സമയമാകുമ്പോ നിന്നെ വേണ്ടപ്പെട്ടവർ വന്ന് കൊണ്ടുപോയിക്കോളൂ. ഡാഡി കുറച്ചു പോലും കഴിച്ചില്ലല്ലോ. മതി മോളെ, ഇത്രയൊക്കെ മതി. സ്വാമി, ഓ രാവിലെ തന്നെ ഇങ്ങ് പോരെ. പറ്റിയാൽ ഒന്ന് ക്ഷേത്രത്തിൽ കയറിയിട്ട് പോവാം. നല്ലതാ. ഒരു തേങ്ങയും കൂടി കരുതിക്കോണം, ജയിലിന്റെ മുമ്പിൽ ഉടയ്ക്കാൻ. കർക്കിടകം, അതാണ് സാറേ ഞങ്ങളുടെ കള്ളന്മാരുടെ മെയിൻ സീസൺ. കള്ളക്കർക്കിടകം എന്നല്ലേ പറയുന്നേ. നല്ല മഴ പെയ്തല്ലേ കള്ളന്മാർക്ക് ചാകരയാ സാറേ. എന്നാലും മോഷണം അതത്ര ശരിയായ ഇടപാടാണോ ജമാലെ? വെറും ജമാലല്ല, ജമ്പ് ജമാൽ. ശരി, ജമാലെ. സാറേ, ഞങ്ങൾ അങ്ങനെ വലിയ മോഷണം നടത്താറില്ല സാറേ. പിന്നെ ഒരുപാടുള്ളവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത്തിരി മയിലിനൊരു പീലി പോയാൽ എന്താ സാറേ കുഴപ്പം? അതിനത്രയും ഭാരം കുറഞ്ഞു, അല്ലാതെ സൗന്ദര്യമൊന്നും പോകത്തില്ലല്ലോ. എന്നാലും ആളുകളെ ഉപദ്രവിക്കാന്ന് വെച്ചാൽ? അയ്യോ, മോഷണത്തിനിടെ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാറില്ല സാറേ. പിന്നെ 5-6 അടിപിടി കേസൊക്കെ ഉണ്ട്. പിന്നെ ഇവന്റെ പേരിൽ 1-2 വെട്ട് കേസൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റിച്ചിന്റെയാ, വലിയ കുത്തിക്കെട്ടൊന്നുമില്ല. അതെ, അത് 100% അർഹതപ്പെട്ടവർക്ക് തന്നെയാ കൊടുത്തിട്ടുള്ളത്. സാറേ, ഈ തിരുട്ട് ഗ്രാമം ഒന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാ, കള്ളന്മാരുടെ സ്വന്തം ഗ്രാമമാ. തിരുച്ചിറപ്പള്ളിക്ക് അടുത്താ. റാംജി നഗർ എന്ന ഗ്രാമത്തിന്റെ മുഴുവൻ പേര്. ഹൈടെക് കള്ളന്മാരാ സാറേ മുഴുവനും. സാറേ, ഇവന്മാർക്ക് ചില പ്രത്യേകതകളുണ്ട്. സ്വന്തം നാട്ടിൽ ഇവന്മാർ മോട്ടിക്കത്തില്ല, ആരും ഉപദ്രവിക്കുകയില്ല. അവന്മാരുടെ കുലത്തൊഴിലാ മോഷണം. വല്യടൈ വേല എന്ന് പറയും.
തിരുക്കുറല്ല ഒരു വാചകം. അതാണ് അവരുടെ പ്രാർത്ഥന. കത്തി എടുക്കാതെ ചോര വീഴ്ത്താതെ യുദ്ധം ജയിക്കണം. അതാണ് അതാണ് അതാണ്. കൊള്ളാമല്ലോ. എന്താ വരണ്ടേ? നീയൊക്കെ ഈ പാവം ഡോക്ടർ സാറിനെ വഷളാക്കാണോ? അല്ല സാറേ, ഞങ്ങൾ ഇങ്ങനെ ഓരോരോ അനുഭവ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ, ബെസ്റ്റ് അനുഭവങ്ങളല്ലേ? ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പോലെ. ആ സാറേ, ജയശങ്കർ സാറ് സൂപ്രണ്ട് സാറിനെ മൊബൈലിൽ വിളിച്ചെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഒന്നുമില്ല. അടുത്ത ദിവസം എല്ലാരും കൂടി ഇങ്ങോട്ടൊന്ന് വന്നേക്കും. ആകെ 3 മിനിറ്റ് സംസാരിക്കാൻ കിട്ടും. പക്ഷെ സാറ് വിഷമിക്കണ്ട, അതൊക്കെ വേണ്ട രീതിയിൽ സൂപ്രണ്ട് സാർ ചെയ്തെന്നുള്ളൂ. പിന്നല്ലാതെ വീട്ടുകാർ വാങ്ങിച്ചോണ്ട് വരുന്ന സിഗരറ്റ് വരെ ഞങ്ങൾക്ക് തരുന്നു. അന്നേരവാ. ഉവ്വേ. മതി മതി. പാർവതി, അമ്മയെ വിളിക്കുന്നില്ലേ? ഞാൻ വിളിച്ചു മനോഹരേട്ടാ, അമ്മയ്ക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടാണെന്ന്. സാരമില്ല, ഞാൻ മുറിയെ കൊണ്ട് കൊടുത്തോളാം. ഓ, മുത്തശ്ശിയുടെ വിശപ്പ് കെട്ട് കാണും. അമ്മാര് വീഴ്ചയല്ലായിരുന്നു. അതെ അതെ, പേടിച്ചാലും വിശപ്പ് കേടും. അത് മാത്രമല്ല, മറ്റ് പലരും വന്നിരിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കാൻ ഭയം കാണും. ആ, അത് ശരിയാ. എപ്പോഴാ വട്ടിളകുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. മുത്തശ്ശിക്കാണെങ്കിൽ ഇന്നലത്തെ പോലെ ഓടാനും വയ്യ. മുത്തശ്ശിക്ക് ഭക്ഷണം ഞാൻ മുറിയിൽ കൊണ്ട് കൊടുത്തോളാം. പാർവതി, നീ പോയി ദേവികമളെ വിളിച്ചോണ്ട്. ആ അതെ, വന്നിരുന്ന് പോഷകാഹാരം വെട്ടി വിഴുങ്ങട്ടെ. വാക്കത്തി എടുക്കാനുള്ള ആംബിയർ വേണ്ടേ? അല്ല, എന്താ അയച്ചാ ദേവിയേട്ടത്തിയെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്ന കാര്യത്തിൽ തീരുമാനമായോ? പണ്ടേ ഞാനത് പറഞ്ഞതാ. അന്ന് മരുന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ല. അതെ അതെ, അങ്ങനെയായിരുന്നെങ്കിൽ ഗുളികയിലങ്ങ് ഒതുങ്ങിയേനെ. ഇനിയിപ്പോ മോളിരിക്കെ. എനിക്കൊന്നും വേണ്ടമ്മേ. മോളിരിക്കുന്നേ. പട്ടിണി കിടന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ. ഇരിക്കും മോളെ. ശരത്തേട്ടാ, ഓടാനുള്ള വഴി നോക്കി വെച്ചോണേ. അതൊക്കെ എപ്പോഴേ നോക്കി വെച്ചു. എന്റെ അഭിപ്രായത്തില് ഈ വീടിനൊരു എമർജൻസി എക്സിറ്റ് അത്യാവശ്യം. ഒരു അപായമണിയും അല്ലേ ശരത്തേട്ടാ? അല്ല, ഈ ഭ്രാന്ത് ഗുളിക കഴിച്ച മാറൂ ശരത്തേട്ടാ? ആരംഭഘട്ടത്തിലാണെങ്കിൽ മാറുമായിരിക്കും. പക്ഷേ ഷോക്കാണ് ബെസ്റ്റ് എന്ന് എന്റെ അഭിപ്രായം. ആ, ശരത്ത് മോനാകുമ്പോ അത് കൃത്യമായിട്ട് അറിയാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി ചാർജ് ചെയ്യുന്നതല്ലേ? എടാ മോനെ, എവിടെ പോയാ ചാർജ് ചെയ്യുന്നേ? കുതിരവട്ടത്താണോ അതോ ഉള്ളം പാറയിലോ? അച്ഛൻ ശരത്തേട്ടനെ പരിഹസിച്ച് ആരെയും പൊതിഞ്ഞു പിടിക്കണ്ട. നീ നിന്റെ ശരത്തേട്ടന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിലേ എണീറ്റ് പോവാന്നോ? ഇവിടെ ഗുളിക കൊടുക്കണോ, കറണ്ട് അടുപ്പിക്കണോ, ഷോക്ക് അടുപ്പിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മോളെ, മോള് കഴിക്കേ. അയ്യോ, മൊത്തം തീർത്തേക്കരുതേ. മുത്തശ്ശിക്കും കൂടെ എന്തെങ്കിലും കൊടുക്കേണ്ടതാ. പാർവതി, മനോഹര, പാർവതി, മനോഹര, മനോഹരോ, മനോഹരോ. ഇതാരേ ഈ രാവിലെ? നീ നോക്കിയ പാർവതി ചെല്ലേ.